സന്തോഷത്തോടെ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ, ആത്മാർത്ഥതയോടെ, ദൈവകൃപയോടെ കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ധ്യയുടെ യാമത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തെയും കരുണയും ഓർത്ത് ഈ നല്ല സന്ധ്യയിൽ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം അതിന് 2 വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം അതിന് 2 വാക്യം. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനോട് സർവശക്തനായ ദൈവം ചെയ്യുന്ന ചില വാഗ്ദത്തങ്ങളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്. നോക്കി, എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. സ്വത്രം. നമുക്ക് ദൈവം പറയുകയാണ്, നീ പോകുന്നതിന് മുൻപ് നിന്റെ വഴിയിൽ നിന്റെ ശുഭയാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന, കൊട്ടിയടച്ച് നിന്നെ മുൻപോട്ട് വിടത്തില്ല എന്ന് പറയുന്ന താമ്രവാതിലുകളെ നിനക്കു വേണ്ടി ഞാൻ തകർക്കും. നിന്റെ കൂട്ടാളിക്ക് വേണ്ടി ഞാൻ തകർക്കും. നിന്റെ സന്തതിക്ക് വേണ്ടി ഞാൻ തകർക്കും. എന്നിട്ട് പറയാണ്, അതിന്റെ താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഇരുമ്പോടാമ്പലുകളെ ഞാൻ മുറിച്ചു മാറ്റും. കാരണം എന്റെ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞു വച്ചിരിക്കുന്ന ലോകത്തെ വാഴുന്ന ലോകത്തിന്റെ പിശാച് കെട്ടിയ കെട്ടുകളെ ഞാൻ അറുത്ത് നിനക്ക് ജയം തരും. അതുകൊണ്ട് ഭയപ്പെടാതെ എന്റെ വചനം പറയുന്ന പ്രകാരം നീ യാത്ര ചെയ്യുമെങ്കിൽ നീ മഹത്വം കാണും. യെശയ്യാ 43:18-19 വായിക്കാമോ? യെശയ്യാ 43:18-19. ഓക്കെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ അതുകൊണ്ട് മുൻപുള്ളത് ഓർക്കണ്ട. പണ്ട് നിന്റെ ജീവിതത്തിൽ വന്നു പോയതിനെ ഓർത്ത് നീ നിരൂപണങ്ങൾ വെച്ചു പുലർത്തി അതുപോലായിരിക്കും ഇതുപോലായിരിക്കും അത് എന്നുള്ള ചിന്ത നിനക്ക് വേണ്ട. കാരണം നിനക്ക് മുമ്പേ സ്വത്രം ആര് പോകുന്നുണ്ട്? സർവശക്തനായ ദൈവം പോകുന്നുണ്ട്. സ്വത്രം. കർത്താവ് പറയാണ്, മുമ്പുള്ളവ നീ ഓർക്കണ്ട, ഇപ്പോൾ നിരൂപിക്കാൻ വേണ്ട. അടുത്തേ, പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി പുതിയതൊന്നും ഞാൻ ചെയ്യും. സ്വത്രം. ഇന്നലെ വരെ നീ കാണാത്ത, നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ നന്മയുടെ ഉറവ നിനക്കും നിന്റെ സന്തതിക്കും വേണ്ടി ഞാൻ തുറക്കും. അതുകൊണ്ട് കുഞ്ഞെ ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അന്ത്യത്തോളം നിന്നെ വഴി നടത്തും. വഴിമധ്യത്തിൽ ഇട്ടേച്ച് പോകുമെന്നല്ല, രോഗം വരുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കത്തില്ലെന്നല്ല, പ്രതിസന്ധിയുടെ നടുവിൽ നീ തളർന്നു വീഴുമ്പോൾ നിന്നെ താങ്ങി എടുക്കത്തില്ലെന്നല്ല, സകല പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ നിന്നെ കൈവിടാതെ എന്റെ ഉള്ളങ്കരത്തിൽ വഹിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വാഗ്ദത്തം ചെയ്ത കർത്താവിനെ മറന്ന് നീ ലോകത്തിലേക്ക് നീക്ക് ഓടാതെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം ദൈവസന്നിധിയിൽ നിൽപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി പറയട്ടെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നിങ്ങളുടെ ശരീരത്തോട് പോരാടുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ശുഭയാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന
ഒരു ശത്രുവും നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ വരെ ലോകത്തിന്റെ പിശാച് അവകാശം പറഞ്ഞിരുന്ന നിന്റെ ശരീരം ഇന്ന് ദൈവം വസിക്കുന്ന മന്ദിരമാ. അങ്ങനെയാണ് ആ മന്ദിരത്തിനെതിരെ ആരൊക്കെ വിരൽ ചൂണ്ടിയാലും സ്വർഗം കൈകാര്യം ചെയ്യാതെ വിടത്തില്ല. നീ ആരാ? നീ ദൈവത്തിന്റെ പൈതലാ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാ. അങ്ങനെയെങ്കിൽ നീ പോകുന്നയിടത്ത് പിശാച് നിൽക്കത്തില്ല. നീ പറയുന്ന വാക്കിന് മുമ്പിൽ പിശാച് പരാജയപ്പെടും. നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ശത്രുക്കൾ ചിതറിയോടും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉയർത്തുന്നു വരുമ്പോൾ നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും നിന്നെ കണ്ട് തലകുനിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. വായിച്ചേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നിടത്തോളം കാലം പരാജയമെന്ന് പറയുന്നതൊന്ന് നിങ്ങൾക്ക് വരികയില്ല. സ്വത്രം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഒരനർത്ഥം വന്ന് ഭവിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. കർത്താവ് പറഞ്ഞത് ലോകത്തിൽ കഷ്ടമുണ്ട്, ലോകത്തിൽ രോഗമുണ്ട്, ലോകത്തിൽ കണ്ണുനീരുണ്ട്. എന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ആ കഷ്ടത്തിൽ വീണ് കണ്ണുനീരോടെ നിലവിളിച്ചുകൊണ്ട് നീ ലോകത്തിൽ യാത്ര ചെയ്യുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. സകല കഷ്ടത്തെയും ജയിച്ച ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ പുറത്തു വരുന്നത് കരഞ്ഞു വിലപിച്ചുകൊണ്ടായിരിക്കത്തില്ല. തൊഴുത്തിലുള്ള പശു കിടാവിനെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വരേണ്ടതിന് എന്റെ ആത്മാവ് ഞാൻ നിന്നിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞെ, നീ ഇടത്തും വലത്തും നോക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിച്ച് ദൈവമുഖത്തേക്ക് നോക്കുമെങ്കിൽ ദൈവമഹത്വം നീ കാണുമെന്ന് കുരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. ഒന്ന് കുരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. നാമോ സ്വത്രം നാം പ്രാപിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല. ലോകത്തെ വാഴുന്ന ആരാന്നറിയാമോ? പിശാച. അവന്റെ ആത്മാവ് വസിച്ചിരുന്ന ശരീരത്തെ ദൈവം വീണ്ടെടുത്ത് ഇപ്പം ദൈവം വസിക്കുന്ന മന്ദിരമാക്കി തീർത്തെങ്കിൽ ഇനി നിന്റെ മേൽ വ്യാപരിക്കുന്നത് ലോകത്തിലെ പിശാച് പകർന്നിരിക്കുന്ന പൈശാചിക ആത്മാവല്ല, പിന്നെയോ സ്വർഗീയ ജീവനാ. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗീയ ജീവൻ നിന്നിലുള്ളിടത്തോളം കാലം ഒരന്ധകാര ശക്തിയും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെയോ ജയിക്കത്തില്ല. രാമേ പറ. സ്വത്തം നോക്ക് എന്താ പറഞ്ഞത്? നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ധരിച്ചിരിക്കുന്നത്. Praise the Lord. ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ നിന്റെ മേൽ സ്വർഗം പകർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഉപവസിക്കുവാനായി മലമേൽ പോയപ്പോൾ സ്വത്രം പിശാച് അടുത്ത് ചെന്ന് നിന്ന് തൊടാൻ പറ്റിയില്ല. കാരണം തീയാ. അങ്ങനെയാണെങ്കിൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു അസാധാരണ വ്യക്തിയാ. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി ഭൂലോകത്തെ കീഴ്മേൽ മറിപ്പാൻ കഴിവുള്ളതാ. ഏത് രോഗാത്മാവിനെയും ബന്ധിക്കാൻ കഴിയുന്നതാ. ഏത് പൈശാചിക മന്ത്രവാദത്തെയും ചവിട്ടുവാൻ കഴിയുന്നതാ. നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ വരുന്ന പാരമ്പര്യ ശക്തികളെ തകർക്കുവാൻ കഴിയുന്നതാ. അതുകൊണ്ട് കുഞ്ഞ് പുറകോട്ട് നോക്കാതെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കി മാറു പിശാചെന്ന് നീ പറയാമെങ്കിൽ നിന്റെ സന്തതിയുടെ വിദ്യാഭ്യാസത്തോട് പോരാടുന്ന, നിന്റെ കൂട്ടാളിയുടെ ശാരീരികമായി ബലഹീനത കൊണ്ടിട്ട് പോരാടുന്ന, നിന്റെ ഭവനത്തിനകത്ത് നന്മയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോരാടുന്ന പിശാചിനെ തല തകരുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നിന്റെ കണ്ണു നിറയുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കി തീർക്കുന്ന, ആനന്ദമാക്കി തീർക്കുന്ന കർത്താവിന്റെ ആത്മാവാണ് അവൻ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇടത്തോട്ട് വലത്തോട്ട് നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നിന്റെ മുൻപിൽ വരുന്നത് ലോകം കാണും. Praise the Lord. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ അകത്തുള്ള ചില ദുർസ്വഭാവങ്ങൾ, ചില ലോകപരമായുള്ള കാഴ്ചപ്പാടുകൾ അത് മാറ്റണം. ദൈവം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ എന്ത് മാറണം? ലോക സ്വഭാവം മാറണം.
മനുഷ്യർ പറയുന്ന വാക്ക് കേട്ട് അതിന്റെ പുറകെ പോകാതെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അതനുസരിച്ച് യാത്ര ചെയ്യണം. സ്വത്രം എന്താണെന്ന് നോക്കാം. സ്വത്രം എന്താണ് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ സ്വഭാവം എന്നറിയാമോ? മത്സരം, സ്വത്രം, പിണക്കം, സ്വത്രം, ഈർഷ്യ, കോപം, ദ്വന്ദ്വപക്ഷം, സ്വത്രം. ഇതൊക്കെ ഒരു ദൈവവൈതനകത്തുണ്ടാവരുത്. സ്വത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വായിച്ചേ സ്വത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം 12-13 വാക്യം. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. നോക്ക്, ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി ഒരിക്കലും പക്ഷം പിടിക്കരുത്, ഗ്രൂപ്പ് ചേരരുത്. ഏതെങ്കിലും പക്ഷം പിടിക്കുന്നതിൽ ക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കണം. സ്വത്രം. ഗ്രൂപ്പ് ആകുന്നെങ്കിൽ യേശുവിന്റെ വചനം പറയുന്ന പ്രകാരം ആത്മാവിൽ ആരാധിക്കുന്ന ഗ്രൂപ്പ് ആവണം. സ്വത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, സ്വത്രം, നിങ്ങളിൽ ഓരോരുത്തൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. നോക്ക്, പക്ഷം തിരിഞ്ഞ് മത്സരിച്ച് സ്വന്തം ദൈവനാമത്തിന് മഹത്വം കൊടുക്കേണ്ടുന്നവർ ഇപ്പോൾ ദൈവനാമം ദൂഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരല്ലേ പറയെങ്കിൽ പറ. സ്വന്തം ദൈവപ്രവൃത്തി വെളിപ്പെടണം. പക്ഷെ നമ്മുടെ പ്രവൃത്തി ദൈവഹിതമല്ലാതെ പോയാൽ, നമ്മുടെ സംസാരം ദൈവത്തിന് ഇഷ്ടമല്ലാതെ പോയാൽ ദൈവത്തിന്റെ മഹത്വം കാണത്തില്ല. ഒരിക്കലും യേശു കർത്താവ് അതിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് ചെയ്ത ശുശ്രൂഷ അവരുടെ ചെയ്തെടുക്കേണ്ടതിന് അവരെ അനുഗ്രഹിച്ചയച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവരെ മേൽ ഊതി. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ലോകത്തിൽ ദേശത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ പോയെടുത്തെല്ലാം അവർ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി വന്നു. സ്വത്തരം. വ്യക്തമായി കൂടപ്പറപ്പെ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എത്രത്തോളം ദൈവം ഉയർത്തുന്നു വരുന്നു അത്രത്തോളം നീ ഉയരാതെ നിന്റെ ദൈവത്തെ ഉയർത്തി നീ ദൈവത്തിന്റെ കത്തി താഴ്ത്തി കൊടുക്കണം. ഞാൻ ഒന്നുമില്ല ദൈവമേ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ആക്കുന്നെങ്കിൽ അത് നിന്റെ കൃപയാലാണെന്ന് പറയണം. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? ഇപ്പൊ അത് പറയുമോ? ഇല്ല. ഞാന് എന്താണെന്നറിയാമോ? ഞാൻ ഏത് കുടുംബത്തിലുള്ളയാണെന്നറിയാമോ? എന്റെ വിദ്യാഭ്യാസത്തിന് യോഗ്യത എന്താണെന്നറിയാമോ? എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന സാമ്പത്തിക ആസ്തി എത്രയാണെന്നറിയാമോ? ഞാൻ വന്ന കാറിന്റെ വില എത്ര എന്നറിയാമോ? ഞാനെന്ന ഭാവം. സ്വത്രം. സ്വത്രം. എന്നിട്ട് ഓരോ ഗ്രൂപ്പ് അങ്ങ് പിടിക്കുക. സ്വത്രം. ഇവിടെ പൗലോസ് ഇങ്ങനെയാ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന വ്യക്തമായിട്ട് പറയട്ടെ, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡുകാരൻ, ഞാൻ IPC കാരൻ, ഞാൻ ചർച്ചക്കൂടുകാരൻ, സ്വത്രം, ഞാൻ ഷാരോങ്കാരൻ, ഞാൻ മർത്തോമക്കാരൻ, ഞാൻ CSA-കാരൻ, ഞാൻ കാനാനക്കാരൻ. ഈ കാരം ബാധിച്ച് ഇപ്പൊ എല്ലാത്തിനും ചൊറി പിടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ പരസ്പരം കണ്ട ചൊറിച്ചില്ല എല്ലാവർക്കും. പിശാച് കേറി എല്ലാത്തിന്റെ അകത്ത് കൂടിയിരുന്നിട്ട് ഇപ്പൊ മത്സരവാ. പൗലോസ് പറയാ, കുഞ്ഞെ, കർത്താവ് ആരെയും വിഭാഗിച്ചിട്ടില്ല. കർത്താവിനെ നിങ്ങൾ വിഭാഗിക്കാമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല. ഏക സത്യ ദൈവത്തെ നിനക്ക് വിഭാഗിച്ച് മാറ്റിക്കൊണ്ടുപോയി നിന്റെ പള്ളിക്കകത്തോ നിന്റെ ആലയത്തിനകത്തോ ഏതെങ്കിലും തെരുവിലോ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞ നീ ഉദ്ദേശിക്കുന്നിടത്ത് വന്നിരിക്കുന്നവനല്ല എന്റെ കർത്താവ്. ഇനി അങ്ങനെ ഇരുത്താമെന്ന് വിചാരിച്ച അവിടെ ഇരിക്കത്തുമില്ല കർത്താവ്. അങ്ങനെ ഇരുത്താൻ ഒക്കുന്നവനല്ല സർവശക്തനായ ദൈവം. പിന്നെ എവിടെ ഇരുത്താം? സ്വത്രം. എവിടെ ഇരുത്താം? സ്വത്രം. നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ, ആലയത്തിൽ, മനസ്സിലായെങ്കിൽ അല്ലേലിയ പറ, അവിടെ ഇരുത്താൻ പറ്റത്തോളം നിന്റെ ഹൃദയത്തിനകത്തെ ദൈവത്തെ ഇരുത്താൻ പറ്റത്തോളം വേറെ എവിടെ ഇരുത്താനും പറ്റത്തില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ പേര് നിങ്ങൾ അടിയുണ്ടാക്കാതെ കർത്താവ് താൻ ആഗ്രഹിക്കുന്ന തന്റെ മക്കളുടെ കൂടെ ഇരിക്കും.
സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആകുന്നത്, ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയില. സ്വത്രം. ഏതൊക്കെ മലയുടെ മേളിൽ കൊണ്ടുവയ്ക്കാമോ, ഏതൊക്കെ താഴ്വാരങ്ങളിൽ കൊണ്ടുവയ്ക്കാമോ, ഏതൊക്കെ തീർത്ഥസ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കാമോ, അവിടെയൊക്കെ യേശുവിനെ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചേക്ക. എന്തിനെയാ? സ്വത്രം. ഏതൊക്കെയോ ആവാഹിച്ച വിയായിക്കളെ അവസാനം അതിനെ തൊഴാൻ പോകുന്നുണ്ട്. എല്ലാം വചനം പറയുന്നുണ്ട്, അവയെ പോലെ ഇരിക്കുമെന്ന്. സ്വത്രം. ആ പറയപ്പെടുന്ന ആ വ്യക്തിത്വം എന്ന് പറയുന്ന ആ രൂപത്തിനകത്ത് എന്തൊക്കെ ഉണ്ടോ ആ സ്വഭാവം എല്ലാം അവയെ നമസ്കരിക്കുന്നവനും ഉണ്ടെന്ന് ഞാനല്ല പറയുന്നത്, ബൈബിളാ പറയുന്നത്. സ്വത്രം. അങ്ങനെയാണ് പൗലോസ് പറയുക, നിങ്ങൾ മത്സരിക്കാതെ, നിങ്ങൾ പിണങ്ങാതെ, ഏക ശരീരവും ഏക മനസ്സുമുള്ളവരായി സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്വത്രം. അവന് മഹത്വം നീ കരയറ്റുമ്പോൾ, ആ മഹത്വം അവന്റെ സന്നിധിയിലെത്തുമ്പോൾ അവൻ നിന്റെ അടുക്കലേക്ക് വരും. സ്വത്രം. യേശു കർത്താവ് വിഭാഗിക്കപ്പെട്ടിട്ടില്ല. യേശുവിനെ വിഭാഗിക്കാൻ ആർക്കും കഴിയത്തില്ല. പിന്നെ ഞാനും പറയും, യേശു പെന്തിക്കോസുകാരുടെ ദൈവമാ, ഞങ്ങളുടെ ദൈവമാ. സ്വത്രം. അങ്ങനെ പറയുമ്പോൾ ഓർത്തോണം, ഞാനാണ് ഉയരാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ യേശു അല്ല. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ഇന്ന് കർത്താവിനെ മാറ്റി നിർത്തി ലോകത്തിൽ കർത്തൃത്വം എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു കൊണ്ടിരിക്കുക. സ്വത്രം. അങ്ങനെ കർത്തൃത്വം എടുത്ത ഒരുപാട് പേര് നമ്മുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞാൽ, സ്വത്രം, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സ്വത്രം. നീ എന്തോ കൽപ്പിക്കാനാ? സ്വത്രം. യേശു കർത്താവ് കൽപ്പിച്ച പോലെ നടക്കും. അങ്ങനെ കർത്താവെ നീ പ്രവർത്തിക്കുവാൻ ശക്തനാ, നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവെ നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ മതിൽ ചാടി കടക്കുവാൻ എനിക്ക് കഴിയും. കർത്താവ് നീ എൻ്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് ജയിച്ച് പുറത്തു വരും. കർത്താവ് നീ എൻ്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിനകത്ത് പല്ലുകടി, കരച്ചിലും ഞരക്കവും ഒക്കെ മാറും. സ്വത്രം. ശിഷ്യന്മാർ പോയെടുത്ത്, സ്വത്രം, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവർ വന്നിട്ട് യേശുവിനോട് ചോദിച്ച ചോദ്യം, സ്വത്രം, ഞങ്ങളിൽ ആരാ വലിയവൻ? സ്വത്രം. ഒന്ന് പറയാമോ? സ്വത്രം. യേശു കർത്താവ് പറഞ്ഞ്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. സ്വത്രം. കർത്താവ് നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത്. സ്വത്രം. അങ്ങനല്ലേ? നിന്റെ നാമത്തിലാ രോഗികൾ സൗഖ്യം. ആ ശരിയാ, പക്ഷെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. വല്ലതും മനസ്സിലായോ? മനസ്സിലാകത്തില്ല പലതും. സ്വത്രം. യേശുവിന്റെ നാമം പറഞ്ഞിട്ട് മഹത്വം ആരെടുത്ത്? ശിഷ്യന്മാരെടുത്തു. ആ മഹത്വം എടുത്തത് കൊണ്ടാണ് ഇവർ തർക്കിച്ചത്, വാദിച്ചത്, വഴി കിടന്ന് അടിയുണ്ടാക്കിയത്. ഞാൻ വലിയവൻ, ഞാൻ വലിയവൻ, ഞാൻ വലിയവൻ. കർത്താവ് ഒരു ഉപമ പറഞ്ഞു. സ്വത്രം. നിങ്ങളിൽ ആരെങ്കിലും വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വത്രം, ഒരു 10 സ്റ്റേജ് കിട്ടിയാൽ, 10 ഫ്ലക്സ് പൊങ്ങിയാൽ, സ്വത്രം, പിന്നെ വേറെ ആരെയും കണ്ടുകൂടാ. പിന്നെ ഒരു പാസ്റ്ററേയും കണ്ടുകൂടാ, ഒരു പ്രാസംഗികനെയും കണ്ടുകൂടാ, ഒരു പ്രവാചകനെയും കണ്ടുകൂടാ. സ്വത്രം. പിന്നെ ഞാൻ സോ ആൻഡ് സോ. സ്വത്രം. അതാണ് നാം. കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ അറിയില്ല. സ്വത്രം. ഞാനിങ്ങനെ ഒരു പഴമക്കാർ പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. പണ്ട് തറവാട്ടിൽ ആന ഉണ്ടായിരുന്നുകൊണ്ട് ആ ആനയുടെ പേര് പറഞ്ഞങ്ങ് പൊങ്ങും. പണ്ട് ആന ഉണ്ടായിരുന്നു പറഞ്ഞു, ഇപ്പൊ പൊങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? സ്വത്രം. നീ ഇറങ്ങി തിരിച്ചപ്പം നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു. ആ സമയത്ത് കർത്താവ് നിന്നിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തി. സ്വത്രം. ഇപ്പോ സ്വത്രം, അന്ന് വെളിപ്പെട്ടതിന്റെ പേരില ഇന്നും പറയുന്ന ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. എന്റെ കർത്താവ് കാലങ്ങൾ കഴിയുമ്പോൾ മാറ്റുന്നവനല്ല, കാലങ്ങൾ കഴിയുമ്പോൾ ഉയർത്തുന്നവനാ. കാലം കഴിയുമ്പോൾ താഴ്ത്തുന്നവനല്ല, കാലങ്ങൾ കഴിയുമ്പോൾ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നവനാ. അങ്ങനെയാണെങ്കിൽ ആ ഉയർത്തിയ ദൈവത്തിന്റെ കരത്തിൽ നീ എപ്പ താന്നു കൊടുക്കും, അന്നേരം വീണ്ടും നിന്നുള്ള ആ ശുശ്രൂഷ വെളിപ്പെടും. സ്വത്രം. എനിക്കൊരു ഓർമ്മയുണ്ട്, ഒരു ദൈവദാസൻ ഇറങ്ങിത്തിരിച്ച സമയത്ത് സ്വത്രം അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവസാന നിമിഷം വരെയും
സ്വത്രം. കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്വത്രം. ആശാരി ഉപദേശി. സ്വത്രം. അവസാന നിമിഷം വരെയും യേശുവിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു മനുഷ്യൻ. സ്വത്രം. ഒരു കുറവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എന്തെങ്കിലും കുറവുണ്ടായിരുന്ന ആ കുറവല്ല അദ്ദേഹത്തിന് ദൈവം ക്ഷമിച്ചത് കൊണ്ട് അദ്ദേഹം അവസാന നിമിഷം വരെയും ശുശ്രൂഷ തികച്ചെടുത്തിട്ടാ പോയത്. സ്വത്രം. വ്യക്തമായി പറയട്ടെ, തന്റെ അടക്ക ശുശ്രൂഷയുടെ അതേ ദിവസം, അന്ന് കെ എബ്രഹാമാണ് ലാസ്റ്റ് ദിവസം ആ അടക്ക ശുശ്രൂഷ അവസാനമായി പ്രസംഗിച്ചത്. സ്വത്രം. വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, താൻ ജീവിച്ചിരുന്നു കൊന്നതിനേക്കാൾ അധികം സ്വത്രം തന്റെ മരണസമയത്ത് കൊന്ന ഒരാളുണ്ട്. ആരാന്നറിയാമോ? ആരാന്നറിയാമോ? 2 കണ്ണും കുത്തി പൊട്ടിച്ച് പിന്നെ ക്ഷേത്രത്തിനകത്ത് കൊണ്ട് കെട്ടിയിട്ടിരുന്ന ഒരാളുണ്ട്. അറിയാമോ? സ്വത്രം. ശിംശോൻ. സ്വത്രം. സ്വത്രം. എന്ത് സംഭവിച്ചു? അവൻ പറഞ്ഞു, യഹോവേ, ഞാൻ തെറ്റിപ്പോയി. യഹോവേ, ഞാൻ അനുസരണക്കേട് കാണിച്ചു. പക്ഷേ എന്റെ ജനത്തെ തകർക്കുന്ന ഈ ശത്രുവിനെ നിഗ്രഹിക്കാതെ എന്റെ പ്രാണനെ എടുക്കല്ലേ. സ്വത്രം. ഇന്ന് നമ്മൾ ആരെങ്കിലും സമ്മതിക്കുവോ ഞാൻ തെറ്റിപ്പോയി എന്ന്? അങ്ങനെ പറഞ്ഞ എന്റെ ഇമേജ് അങ്ങ് പോകത്തില്ലയോ? നിന്റെ ഇമേജ് മുഴുവൻ ലോകത്തെ പൊക്കി പിടിച്ചേക്കുക. സ്വത്രം. കുഞ്ഞ്, ലോകം തരുന്ന ഇമേജ് കുറച്ച് ദിവസത്തേക്ക് ഉള്ളെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. വേറൊരാൾ വരുമ്പോൾ നിന്റെ ഇമേജ് പോകും, പിന്നെ അവരായിരിക്കും ആ ഇമേജ് നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവം തരുന്ന ഇമേജ് നിന്നാലുണ്ടല്ലോ അവസാനത്തോളം നിൽക്കും. സ്വത്രം. അവസാനത്തോളം നിൽക്കും. ആശാര്യവിഷയുടെ അടക്ക ശുശ്രൂഷ പ്രസംഗിച്ച കെ എബ്രഹാം സ്വത്രം ഇങ്ങനെ പറഞ്ഞു. സ്വത്രം. അദ്ദേഹം എപ്പോഴും പറയും യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറഞ്ഞ ആശാരി ഉപദേശി എന്ന്. സ്വത്രം. ആശാരി ഉപദേശിയും പറയും. സ്വത്രം. അദ്ദേഹത്തിന്റെ അടക്ക ശുശ്രൂഷയുടെ അവസാന ശുശ്രൂഷ ചെയ്യുമ്പോൾ അന്ന് ആ അവസാനത്തെ ഗാനം പാടിയത് ഞാനാ. സ്വത്രം. അദ്ദേഹം അന്ന് പാടിയ പാട്ടിന്റെ ഒരു വരിയുണ്ട്, നന്നായി വാണിടാം എന്നാളും എന്നും നീ ഓർക്കാതെ മണ്ണായി മാറും അഴകേറും നിന്മൈ നിർണയം ഒരു നാളിൽ നീതു മറക്കാതെ. ഡമ്പോടു വാണിടും ധനാട്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യേ ഒരു പോലിലോകെ ഇല്ലന്ത്യം വെടിഞ്ഞിടും നീതു മറക്കാതെ. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, കെ എബ്രഹാം ഇങ്ങനെയാ പറഞ്ഞത്, യഹൂദാഗോത്രന്റെ സിംഹം ഉറങ്ങുകയാ. കുറെ കാലമായി നാടിളക്കി കാടിളക്കി വീടിളക്കി യേശുവിനെ ഉയർത്തി ഇപ്പോൾ ഉറങ്ങുകയാ. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഒരു സ്ഥലമുണ്ട്. ദൈവദാസൻ ഉറങ്ങട്ടെ. ഉണർന്നിരിക്കുന്ന നിങ്ങൾ എത്ര പേര് യേശുവിനെ ഉയർത്തും? ഇപ്പൊ നിങ്ങൾക്ക് കഴിയുമ്പോൾ സമർപ്പിക്കാം. സ്വത്രം. ഒരൊറ്റ ഉപദേശിമാരെ ശവോടക്കിൽ ഞാൻ കണ്ടില്ല. അത് 37 പേരാ യേശുവിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് വന്നത്. സ്വത്രം. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. സ്വത്രം. ഞാൻ ആ നിമിഷം ഓർത്തത് ശിംശോനെയാ. സ്വത്രം. താൻ ജീവിച്ചിരുന്നപ്പോ കൊന്നതിനേക്കാൾ മരിച്ച സമയത്ത് കൊന്ന് തന്റെ വേല തികച്ചെടുത്ത് തന്റെ ശുശ്രൂഷ തികച്ചെടുത്താ പോയത്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായി പറയട്ടെ കുഞ്ഞെ, നിന്റെ കൂടെ സെക്രട്ടറി ഇല്ല, പ്രസിഡന്റ് ഇല്ല, അതുപോലെ സഭയിലെ വിശ്വാസി ഇല്ല എന്ന് പറഞ്ഞ് നീ അവരെ ഇവരെ നോക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. കർത്താവ് നിന്നെ സ്വർഗത്തോളം ഉയർത്തി മാനിക്കും. എത്രത്തോളം ദൈവം നിന്നെ ഉയർത്തുമോ അത്രത്തോളം ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കാര്യത്തിൽ താത്തു കൊടുക്കണം. അങ്ങനെ താത്തു കൊടുക്കുന്നവനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്നറിയാമോ? എങ്ങനെ തിരിച്ചറിയാമെന്നറിയാമോ? അവന്റെ മുഖത്തൊന്ന് ചിരിമായത്തില്ല. ആരെ കണ്ടാലും അവന്റെ മുഖം നത്തു കിഴിഞ്ഞ മൗന്ത പോലെ ഇരിക്കത്തില്ല. ഹായ് ബ്രദർ, ഹായ് സിസ്റ്റർ,
ഹായ് സഹോദര, ഹായ് സഹോദരി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കും. അതാ ക്രിസ്തുവിന്റെ മനോഭാവം. സ്വത്രം. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. 2-3 വിശ്വാസികളൊക്കെ ഉള്ളപ്പോൾ എന്തോ ഒരു സന്തോഷമാ. ഒരു 50 വിശ്വാസിയായി കഴിഞ്ഞിട്ട് മുഖത്തിന്റെ ഷേപ്പ് മാറും, ജീവിതശൈലിയുടെ ഷേപ്പ് മാറും. ഒരു 100 വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വരാൻ തന്നെ ഭയങ്കര മടിയാണ്. സ്വത്രം. വീട്ടിൽ വന്നാലും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വരാതിരിക്കുന്നത് നല്ലത്. സ്വത്രം. ആയിക്കോട്ടെ, എങ്കിലും പറയട്ടെ, ഒരു 150-200 വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിന് ശൈലി വരെ അങ്ങ് മാറും. ഭാവിക്കേണ്ടതിന് മിത ഭാവിച്ചു വരാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതമെന്നൊന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറയുന്ന പാസ്റ്റർ മനസ്സങ്ങ് ഇടിയും. സ്വത്രം. പിന്നെ സംസാരത്തിൽ ശരി, സഹോദരി സഹോദരനോട് പോയി ഇന്നലെ വരെ നന്നായി പറഞ്ഞുകൊണ്ടിരുന്നതാ. ആ പറയുന്നതിനകത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു, ഒരു താഴ്മ ഉണ്ടായിരുന്നു, ഒരു വിനയം ഉണ്ടായിരുന്നു, ഒരു ചിരി ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റൈലങ്ങ് മാറി. കാരണം സാഹചര്യങ്ങളങ്ങ് മാറി. നീ സാഹചര്യത്തിൽ ഒഴുകാൻ തുടങ്ങി. എൻ്റെ യേശു അപ്പച്ചൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയില്ല. എൻ്റെ യേശു അപ്പച്ചൻ്റെ പ്രവൃത്തിയും നിന്നുപോയില്ല. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് ചെയ്തെടുത്ത പ്രവൃത്തി നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും ചെയ്തെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ വിളിച്ച് സ്വർഗീയ കൃപകൾ നിന്റെ മേൽ പകർന്ന നീ ആ കൃപ വിറ്റ് കാശാക്കുക. സ്വത്രം. ഞാൻ, എൻ്റെ, ഞങ്ങളുടെ സ്വത്രം. എന്ത് യോഗ്യതയുണ്ട് അത് പറയാൻ? ഒരു യോഗ്യതയുമില്ല. ദൈവത്തിന്റെ കൃപ. ആ കൃപയിൽ നിന്നില്ലേ. സ്വത്രം. ആ കൃപയിൽ നിന്നിട്ട് കർത്താവ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നീ ആക്കിയതാണെന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടപ്പുറപ്പിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. സ്വത്രം. അവനെ കാണുമ്പോൾ മോന്ത വെറുപ്പിച്ച് പോകാതെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. എന്നാ ചിരി വരും. സ്വത്രം. കുറ്റം പറയാനും പരിഹസിക്കാനും കളിയാക്കാനും വേണ്ടി നിൽക്കാതെ ദൈവ പൈതലേ, നിന്നെ നീയാക്കി തീർത്ത ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന് നില്ല്. കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. മർക്കോസ് 9-ാം അധ്യായം അതിൻ്റെ 33 ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്വത്രം. നോക്കേ, നിങ്ങൾ വഴിയിൽ വെച്ച് വാദിച്ചത് എന്തേ എന്ന് ആരോട് ചോദിച്ചു? കൃപ പ്രാപിച്ച് ശുശ്രൂഷ ചെയ്യാൻ കടന്നുപോയ തൻ്റെ ശിഷ്യന്മാരോട്. ലോകത്തോടല്ല ചോദിച്ചത്. എന്ന് പറഞ്ഞ വിശ്വാസിയോടല്ല ചോദിച്ചത്, പാസ്റ്ററോടാണ്. സ്വത്രം. നേതാവിനോടാണ് ചോദിച്ചത്. സ്വത്രം. കേട്ടവരെല്ലാം കണ്ടവരെല്ലാം അറിഞ്ഞവരെല്ലാം മാനസാന്തരപ്പെട്ടു. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടപ്പോൾ യോനയുടെ സ്വഭാവം ഇപ്പൊ ആർക്കും ഉപദേശിക്കും. മനസ്സിലാക്കല്ലേ പറ? ശക്തമായെന്ന് പറയുന്നേ. വിശ്വാസികളെല്ലാം മാനസാന്തരപ്പെട്ടപ്പോൾ ഉപദേശി ആരുടെ സ്വഭാവമായി മാറി? യോനയുടെ സ്വഭാവം മാറി. അങ്ങനെ നീ ജയിക്കണ്ട, അങ്ങനെ നീ രക്ഷപ്പെടണ്ട. ഞാൻ പോയി വന്ന് പ്രസംഗിച്ചെങ്കിലല്ലേ നിനവേ പട്ടണത്തിലുള്ള സഹോദരങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. ഞാൻ പോകത്തില്ല. ഇന്നലെ അവൻ സ്വത്രാഴ്ച കൊണ്ടൊന്ന് കുറഞ്ഞുപോയി, ദശാംശം കൊണ്ടൊന്ന് കുറഞ്ഞുപോയി. സ്വത്രം. ഈ ആഴ്ച പള്ളി വരാതെ എവിടെയോ പോയി. അതുകൊണ്ട് ഇനി അവനെ വേണ്ട. കർത്താവ് എന്നെ നിന്നെ തള്ളിക്കളഞ്ഞ് ഇപ്പൊ നീ അവനെ ന്യായമതിക്കാൻ നടന്നിട്ട് കാര്യം. സ്വത്രം. സ്വത്രം. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. യേശു കർത്താവ് പറയും, നീ ഭൂതങ്ങളെ പുറത്താക്കി, നീ രോഗികളെ സൗഖ്യമാക്കി, നീ വലിയ വീട് വെച്ച്, നീ വലിയ വണ്ടി വാങ്ങിച്ചു, പക്ഷെ നിന്നെ ഞാൻ അറിയുന്നില്ല. സ്വത്രം. ഇങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്തിനാ കിടന്ന് മത്സരിച്ചത്? സെക്രട്ടറി ആവാൻ, പ്രസിഡന്റ് ആകാൻ, ട്രഷറർ ആകുവാൻ, ഡിസ്ട്രിക്ട് പാസ്റ്റർ ആകുവാൻ, ഓഫീസർ ആകാൻ മത്സരിക്കുക കിടന്നത്. സ്വത്രം. എനിക്കുണ്ട് എൻ്റെ ഓർമ്മയിൽ എന്നെ വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. സ്വത്രം. അദ്ദേഹം നേരത്തെ ഒരു സ്വതന്ത്ര സഭയുടെ പാസ്റ്ററായിരുന്നു. സ്വത്രം. അദ്ദേഹം പിന്നെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഇപ്പോഴത്തെ കമ്മിറ്റി മെമ്പർ കൂടിയാ. എൻ്റെ വീടിനകത്തിരുന്നുകൊണ്ട് കുറേ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തെ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിപ്പിക്കാൻ നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി ചെയ്ത് ഞാനാ. സ്വത്രം. പേരൊന്നും പറയുന്നില്ല. സ്വത്രം. പോട്ടെ, പറയുന്ന പേടിയുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ വേണ്ട, പോട്ടെ എന്ന് വിചാരിക്കുന്നു. സ്വത്രം.
അദ്ദേഹം ഇന്ന് തന്നേക്കാൾ വലിയത് ആരുമില്ല എന്നുള്ളൊരു ഭാവത്തിലെ യാത്ര. സ്വത്രം. ഞാനിങ്ങനെ പറയട്ടെ, താൻ എവിടെ കിടന്നതാണ്, എങ്ങനെ കിടന്നതാണെന്ന് പോലും ഇന്നൊരു ഓർമ്മയില്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ലല്ലോ, ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഭാവിക്കടതിന് മീതെ ഭാവിച്ചുയർന്നാൽ സ്വത്രം എന്ത് സംഭവിക്കും? വീഴ്ച ഭയങ്കരമായിരിക്കും. കർത്താവ് ചോദിച്ച ചോദ്യം ഇത് തന്നെ. നിങ്ങൾ എന്തിനാ തർക്കിച്ചത്? എന്തിനാ വാദിച്ചത്? നിങ്ങളുടെ മേൽ പകർന്ന കൃപ ഞാൻ ദാനം തന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദാനമായിട്ട് അത് കൊടുത്തിട്ട് വന്നെങ്കിൽ നിങ്ങളിലൂടെ എൻ്റെ നാമം മഹത്വം എടുക്കണം. പകരം നിങ്ങൾ മഹത്വം എടുക്കാൻ പോയത് കണ്ടല്ലേ ഈ തർക്കവും വാദവും ഒക്കെ വരേണ്ടി വന്നത്. സ്വത്രം. കർത്താവ് ഞാൻ സെക്രട്ടറിയാ, ഞാൻ പ്രസിഡന്റാ, ഞാൻ സഭയുടെ മെയിൻ പാസ്റ്റർ എന്നൊന്ന് പറഞ്ഞാൽ സ്വർഗത്ത് കൊണ്ടുപോകത്തില്ല. സ്വത്രം. സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ, സ്വർഗീയ സന്തോഷം ഈ ഭൂമിയിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സ്വത്രം നീ ദൈവത്തിന് പ്രസാദമുള്ളവനായിരിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോയാൽ ഒരിക്കലും മനുഷ്യരാരും പ്രസാദിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ പ്രസാദിക്കാൻ വല്ല വിധേനെ നോക്കണം. സ്വത്രം. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? നമുക്ക് ദശാംശം കൊടുത്താൽ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? സ്വത്രം. സ്വത്രം കഴിച്ചു കൊടുത്താൽ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ പറ്റും? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, കളങ്കമില്ലാത്ത ഹൃദയവുമായി ദൈവസന്നിധി പോയിരുന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നടത്തി വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. എന്തുവാ? ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. അപ്പൊ അനർത്ഥം വരുന്നെങ്കിൽ എവിടെയോ കുഴപ്പം വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കുരുത്തക്കേട് കാണിച്ചിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ എനിക്കറിയാം ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ അപ്പം ചെയ്തത്, ഞാൻ അന്നേരം പോയത് അതൊക്കെ ദൈവത്തിന് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്? അടി കിട്ടിയത്. എന്നാ പിന്നെ നീ ഒന്ന് അടിക്ക്, ഞാൻ കാട്ടും, ഞാൻ ഇനി പോവും എന്ന് പറഞ്ഞ പിന്നെ നീ കാണത്തില്ല. വ്യക്തമായി പറയട്ടെ, ക്ഷമിക്കുവാനും സഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും മനസ്സുള്ള അപ്പൻ്റെ അടുക്കൽ, അപ്പ എൻ്റെ ബലഹീനതയാണ്, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ അപ്പൻ പൊറുക്കും, അപ്പൻ ചേർത്ത് പിടിക്കും. മത്തായി സുവിശേഷം സ്വത്രം 15-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിക്കാമോ? സ്വത്രം. ഒരു സഹോദരി കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, കർത്താവേ എന്നെ സഹായിക്കണമേ. സ്വത്രം. അവൾ ഒരു യഹൂദ സ്ത്രീ അല്ല. സ്വത്രം. ഒരു കനാന്യ സ്ത്രീയാണ്. സ്വത്രം. നമുക്ക് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഞാൻ യഹൂദന്മാരെ രക്ഷയ്ക്ക് വന്നെന്നല്ല, ഞാൻ ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ വന്നെന്നല്ല, പെന്തിക്കോസുകാരെ ഉയർത്താൻ വന്നെന്നല്ല. നമ്മളൊക്കെ പറയുന്നത് എന്തെന്ന് പറയും? ഞങ്ങളുടെ യേശു. നല്ല കാര്യം, നിങ്ങളുടെ യേശുവാ. പക്ഷെ നിങ്ങൾ യേശുവിനെ അറിയാം, പക്ഷെ യേശുവിന് നിങ്ങളെ അറിയാമോ? സ്വത്രം. നിങ്ങൾ യേശുവിനെ അറിയും, പക്ഷെ യേശുവിന് നിങ്ങളെ അറിയാമോ? ഒന്ന് അന്വേഷിക്കണേ, ഒന്ന് അന്വേഷിക്കണേ. യേശുവിന് എന്നെ അറിയാമോ എന്ന്. യേശുവിന് നിങ്ങളെ അറിയാമെങ്കിൽ നിങ്ങൾ ജയിച്ചു. അല്ല, നിങ്ങൾ എത്ര യേശുവിനെ അറിഞ്ഞാലും നിങ്ങൾ ജയിക്കത്തില്ല. നിങ്ങൾ എന്ന് കരഞ്ഞും വിളിച്ചും നില പിടിച്ചും അയ്യോ പൊത്തോന്ന് പറഞ്ഞ് നടക്കത്തേ ഉള്ളൂ. പക്ഷെ യേശു നിങ്ങളെ അറിഞ്ഞാൽ സ്വർഗത്തിൽ മുമ്പുള്ള സകല അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കനാന്യ സ്ത്രീ വന്നിട്ട് ഒരു അർഹതയുമില്ല, ഒരു യോഗ്യതയുമില്ല, പക്ഷെ സൗഖ്യമാക്കുന്നവനാണ് യേശു കർത്താവെന്നും കണ്ണുനീര് കണ്ടാൽ മറികടന്ന് പോകാത്തവനാണ് യേശു കർത്താവെന്നും മനസ്സിലാക്കട്ടെ. അവന്റെ പിന്നാലെ കരഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, യേശുവേ, ആ സഹോദരി വേണ്ട നമ്മുടെ പുറകെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഒന്ന് കരുണ തോന്നണമേ, ഒന്ന് ദയ തോന്നണമേ, ഒന്ന് തിരിഞ്ഞു നിന്ന് അവളുടെ കാര്യം ഒന്ന് കേൾക്കണമേ. യേശു കർത്താവ് പറഞ്ഞു,
പറഞ്ഞ് സ്വത്രം മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ആരും എറിഞ്ഞു കൊടുക്കത്തില്ല. പിന്നെ ഞാൻ എന്തിനാ അവളുടെ നിലവിളി കേൾക്കുന്നത്? സ്വത്രം സ്വത്രം. കർത്താവ് മുൻപോട്ട് നടന്നു പോയി. സ്വത്രം. അവളുടെ നിലവിളി ഉച്ചത്തിൽ ഉയർന്നു. സ്വത്രം. യേശു പറഞ്ഞ വാക്കെന്ന് മനസ്സിലാക്കണേ. സ്വത്രം. അപ്പം നുറുക്കുകൾ സ്വത്രം മക്കൾക്കുള്ളതാ. സ്വത്രം. സ്വത്രം. അത് നായ്ക്കുട്ടികൾക്ക് ആരും കൊടുക്കത്തില്ല. അധികം വന്നാൽ കൊണ്ടുപോയി ഫ്രിഡ്ജിനകത്ത് വെക്കും, നാളെ തിന്നാൻ. സ്വത്രം. എന്നാലും എന്തിനു കൊടുക്കത്തില്ല? നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. സ്വത്രം. അത് കേട്ടപ്പോ ആ സഹോദരി എന്നാ അപ്പനങ്ങ് പോയേക്കാം. നമ്മളങ്ങനാ. സ്വത്രം. കുത്തിയിരുന്ന് ഉപവസിക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് പിറ്റേന്ന് കിട്ടണം. ഇല്ലെങ്കിൽ പിന്നെ പള്ളിയിലും വരത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, പാസ്റ്ററെ കണ്ട മൈൻഡ് പോലും ചെയ്യത്തില്ല. സ്വത്രം. സ്വത്രം. പക്ഷേ നമ്മളിന്ന് ഉപവസിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ ഒന്ന് പഠിക്കണേ ബൈബിൾ. സ്വത്രം. ഒരു ദിവസം ഒരു പ്രിയപ്പെട്ടവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ 21 ദിവസം ഉപവസിച്ചപ്പോൾ ശേഷമാണ് പാസ്റ്ററെ പ്രതികൂലങ്ങൾ ഇത്ര ആഞ്ഞടിച്ചത്. ഇപ്പൊ ഞാൻ ഓർക്കുന്നു ഉപവസിക്കണ്ടായിരുന്നെന്ന്. സ്വത്രം. അപ്പൊ ഇവൻ എന്താണ് ഉപവസിച്ചത്? എന്ത് കാര്യത്തിനാണ് ഉപവസിച്ചത്? സ്വത്രം. ഉപവസിച്ച് തീർന്നപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണ പരം കുറ്റം പറയുന്നത്. പിന്നെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയുമോ? അവനെ കൊണ്ടാ കുറ്റം പറയിച്ച ആരാ? പിശാച്. അപ്പൊ ഇവ ഉപവസിക്കുമ്പോ അവൻ ആരെ നോക്കിക്കൊണ്ടാ ഇരുന്നത്? സ്വത്രം. അതുകൊണ്ടായി മടുപ്പിക്കുന്ന വാക്കുകളൊക്കെ വരുന്നത്. സ്വത്രം. ഒത്തിരി പ്രാർത്ഥിക്കുന്ന സഹോദരിമാര് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററേ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ഞാൻ ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമൊക്കെ തുടങ്ങിയെന്ന്. സ്വത്രം. അപ്പൊ നീ ആരെ നോക്കിക്കൊണ്ടായിരുന്നത്? ദൈവത്തെ നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. അതെ, ദൈവത്തെ നോക്കിക്കൊണ്ടായിരുന്നത്. ഉപവാസം കഴിഞ്ഞപ്പോൾ ആരെ നോക്കി? യായിനെ നോക്കി. അപ്പൊ അവൻ കൂടെ കൂടി. സ്വത്രം. വ്യക്തമായി പറയട്ടെ, നമുക്ക് യേശുവിന്റെ അടുക്കല് സ്വത്രം പിശാചി എന്നപ്പോ എത്ര ദിവസം കഴിഞ്ഞിട്ടാ? ഉപവസിച്ച് കഴിഞ്ഞപ്പോ ചെന്നപ്പോഴേ യേശുവിന് മനസ്സിലായി ഈ വന്നിരിക്കുന്നത് നമ്മുടെ ലൂസിഫർ ചേട്ടനാണെന്ന്. എന്താ കുഞ്ഞെ 21 ദിവസം ഉപവസിച്ചിട്ടും പിയാനെ തിരിച്ചറിയത്തില്ല നിനക്ക്? അവന്റെ തന്ത്രം വലുതാണെന്ന് നീ കേട്ടിട്ടില്ലയോ? അവന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കണമെങ്കിൽ കൃപ പ്രാപിക്കണമെന്ന് കേട്ടിട്ടില്ലേ? ആ കൃപ പ്രാപിക്കാനല്ലേ ഇരുന്നത് ഇത്രയും ദിവസം. എന്നിട്ടൊരു പോരാട്ടം വന്നപ്പോഴത്തേക്ക് നീ ദൈവത്തെ മറന്ന് നീ പ്യായിന്റെ പേര് പറഞ്ഞു നടക്കുന്ന എന്തിനാ? സ്വത്രം. സ്വത്രം. ദൈവ പൈതലേ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നീ സേവിച്ചതും നീ പ്രാർത്ഥിച്ചതും സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നാണെങ്കിൽ എന്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. നീ ആഗ്രഹിച്ച ദൈവമഹത്വം നീ കാണും. ഒരു പ്രതികൂലം ആഞ്ഞടിച്ചെന്ന് കരുതി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതെ ഇരിക്കത്തില്ല. ശത്രു നിനക്കെതിരെ വാടകോരി എന്ന് കരുതി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതെ ഇരിക്കത്തില്ല. നീ ചോദിച്ചാലും ചിന്തിച്ചാലും നനച്ചതിലും ഉപരി സ്വർഗം നിന്നെ നിറയ്ക്കും. നിന്നെ മാത്രമല്ല നിന്റെ സന്തതിയെ നിറയ്ക്കും. നിന്റെ സന്തതിയെ മാത്രമല്ല കൂട്ടാളിയെ നിറയ്ക്കും. എന്റെ കർത്താവ് ആർക്കും കടക്കാനല്ല. ഒരു ദിവസം നീ ദൈവത്തിന് മുഴങ്ങാലും ഇടയ്ക്ക് പട്ടിണിയിരുന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മറുപടി തരാതെ ഇരിക്കത്തില്ല. സഹോദരി പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? യജമാനനെ, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുന്നുവല്ലോ. Praise the Lord. Praise the Lord. വ്യക്തമായി പറയട്ടെ, സ്വത്രം. എന്റെ യേശുപ്പൻ അന്തം വിട്ടുപോയി. സ്വത്രം. എന്തെന്നിട്ട് പറഞ്ഞേ? സ്വത്രം. എന്താ പറഞ്ഞത്? ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല.
പെന്തിക്കോസ്തുകാരി, സ്വത്രം ദൈവ പൈതലേ, നിന്റെ വിശ്വാസം എവിടെ നിൽക്കണം പരിശോധിക്കണേ. സ്വത്രം ദൈവത്തിന്റെ വചനം പറയുന്ന സ്വത്രം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്വത്രം സ്വത്രം ഓടിപ്പോകുന്ന പിശാചിനെ നീ വിളിച്ച് പിന്നെ വീട്ടിൽ കയറ്റി വെക്കല്ലേ. സ്വത്രം എന്നേ നിന്റെ വീടിനകത്തുനിന്ന് രോഗം പോയതാ. സ്വത്രം എന്നേ നിന്റെ വീടിനകത്ത് നിന്ന് കണ്ണുനീര് നീങ്ങിപ്പോയതാ. സ്വത്രം എന്നേ നിന്റെ വീടിനകത്ത് സാമ്പത്തിക ബാധ്യത മാറിപ്പോയതാ. ഇതെല്ലാം മാറി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടപ്പോ സ്വത്രം നീ ആരെ മറന്നെന്നറിയാമോ? സ്വത്രം ആരെ മറന്നു? ദൈവത്തെ മറന്നു, ദൈവവചനം മറന്നു. സ്വത്രം ഇന്ന് പകലിൽ സ്വത്രം ഒരു സിസ്റ്റർ എന്നെ ഫോണിൽ വിളിച്ചു. സ്വത്രം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ മോള് ഇത്രയും പഠിച്ചു, എൻ്റെ മോളുടെ ഹസ്ബൻഡ് വിദേശത്താ, അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. സ്വത്രം അവൾക്ക് സ്വസ്ഥതയില്ലെന്ന്. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ സ്വസ്ഥത കെടുത്തിയോ? സ്വത്രം ഭർത്താവ് സ്വസ്ഥത കെടുത്തിയോ? പിന്നെ എന്നാ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്? സ്വത്രം എങ്ങനെയാ സ്വസ്ഥത നഷ്ടപ്പെട്ടത്? ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവസേനയിൽ പ്രാർത്ഥിച്ചും കരഞ്ഞും അവരെ സംരക്ഷിച്ചും നിൽക്കണമെന്ന അമ്മമ്മ മറ്റുള്ളവരെ നോക്കി. സ്വത്രം കൂടെ പഠിച്ചവരെ നോക്കി. അപ്പൊ അവരൊക്കെ അമേരിക്ക, ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി പോയി. എന്താ നീ പോകണ്ടെന്ന് ദൈവം പറഞ്ഞു? സ്വത്രം പോകണ്ടെന്ന് പറഞ്ഞ നിന്റെ കൂട്ടാളിയല്ലേ? നിന്റെ കൂട്ടാളിയല്ലേ കുഞ്ഞെ പറഞ്ഞ നീ എങ്ങും പോകണ്ട, ഇവിടുന്ന് മക്കളെ വളർത്തിയാൽ മതി, ഞാൻ കൊണ്ടുവരാമെന്ന്. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് അടങ്ങിയിരുന്നാ പോരെ? ആ കുഞ്ഞുങ്ങൾക്ക് വല്ലതും വെച്ചു കൊടുത്ത് തിന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങിയാൽ പോരെ? സ്വത്രം അപ്പം ഭർത്താവിനെ നോക്കാതെ, മക്കളെ നോക്കാതെ, ലോകത്തെ നോക്കിയപ്പം അമ്മമ്മയുടെ സ്വസ്ഥത കെട്ടു. സ്വത്രം വല്ലതും മനസ്സിലായെങ്കിൽ ഒരു അല്ലേലിയ പറ. സ്വത്രം ഇങ്ങനെയുള്ള നീ എന്തിനാ കല്യാണം കഴിക്കാൻ പോയത്? സ്വത്രം നിനക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് ലോകത്തിലേക്ക് പോകണമെന്നുണ്ട്, പിന്നെ എന്തിനാ നീ കല്യാണം കഴിക്കാൻ പോയത്? സ്വത്രം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിയമങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം. അങ്ങനല്ലേ? എന്താ നിയമം? സുഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും താഴ്ചയിലും ഉയർച്ചയിലും നിന്റെ കൂട്ടാളി പറയുന്ന കേട്ട് അനുസരിച്ച് കൂട്ടാളിയുടെ കൂടെ നിൽക്കണം. അപ്പൊ നിൽക്കാൻ മനസ്സില്ല, ഓടാൻ ആഗ്രഹം. അപ്പൊ പിന്നെ സ്വസ്ഥത കടത്തില്ലയോ? ആര് കയറി അവിടെ? പിയായി കയറി. സ്വത്രം കുറ്റം ആർക്കാ? ദൈവത്തിന്. സ്വത്രം എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പേ, നിന്നെ ഇത്രത്തോളം വളർത്തി, നിനക്ക് വേണ്ടുന്ന ബുദ്ധി തന്ന്, ആരോഗ്യം തന്ന്, ബലം തന്ന്, കുടുംബജീവിതം തന്ന്, പാർക്കുവാൻ പാർപ്പിടം തന്ന്, സ്വത്രം നിന്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസത്തിന് കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ സന്തോഷത്തോടെ പാട്ടുപാടി ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ലോകത്തിലേക്ക് നോക്കി ലോകം പറയുന്ന കേട്ട് ലോകക്കാർ കാണിക്കുന്ന കണ്ടാൽ നിന്റെ സ്വസ്ഥത കെടും. സ്വത്രം അന്നന്ന് വേണ്ടുന്നത് തന്നു നിറപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നീ ലോകത്തെ നോക്കിയപ്പം, നീ ദൈവത്തിൽ നിന്നുള്ള വിളി അങ്ങ് മാറ്റിയപ്പം പ്രശ്നം നിന്റെ ജീവിതത്തിൽ കടന്നു. സ്വത്രം വ്യക്തമായി പറയട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വത്രം 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല. അത് കാണണമെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കണം. ഒരു ചെവിയും കേട്ടിട്ടില്ല. അത് കേൾക്കണമെങ്കിൽ കാത് ദൈവശബ്ദത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. നിന്റെ ഹൃദയം ദൈവസേനയിൽ സമർപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ ലോകത്തുള്ള ഒന്നും നിന്നെ വിഴുങ്ങിക്കളയത്തില്ല. ലോകക്കാർ പറയുന്നത് നീ കേൾക്കാൻ സമയം കണ്ടെത്തത്തുമില്ല. സ്വത്രം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞ സ്വർഗത്തിലെ ദൈവം നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും കൂട്ടാളിക്കും വേണ്ടത് ധാരാളം സ്വർഗീയ കലവറ തുറന്ന് സ്വത്രം നിറച്ചു തന്ന് മാനിക്കും. അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കുന്ന നിന്റെ സന്തതി യെശയ്യാ 58:12 പുരാതന ശൂന്യങ്ങളെ പണിയും. സ്വത്രം അമ്മച്ചി, അപ്പച്ച, മോനെ ഓർത്ത് മോളെ ഓർത്ത് കരയേണ്ടി വരത്തില്ല.
സ്വത്രം. മരുമോളെ കുറ്റം പറഞ്ഞു നടക്കുന്ന മാതാവേ, സ്വത്രം, സ്വത്രം, സ്വത്രം. നീ കരയേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വത്രം. ദൈവത്തിലേക്ക് നോക്കാതെ ലോകത്തിലേക്ക് നോക്കിയത് കൊണ്ട്. മരുമോനെ കുറ്റം പറയുന്ന പിതാവേ, നീ ലോകത്തിലേക്ക് നോക്കിയത് കൊണ്ടാ കുറ്റം പറയേണ്ടി വരുന്നത്. സ്വത്രം. പണ്ടാരോ ഇങ്ങനെ പറഞ്ഞ് തന്ന് തെന്നിയിടുമ്പം പിന്നെ ദൈവം തന്നിടുമെന്ന്. സ്വത്രം. ഇപ്പൊ തിന്നാൻ പറ്റുന്നുണ്ടോ? സ്വത്രം. എന്തുകൊണ്ട്? മറ്റുള്ളവരെ നോക്കി പല്ലിടിച്ച് കാണിച്ചതുകൊണ്ട്. സ്വത്രം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിനക്ക് തിന്നാൻ പറ്റുന്നില്ല. കുഞ്ഞെ, ഒരു ദിവസമേ ജീവിച്ചുള്ളൂ. അഭിമാനത്തോടെ പറയണം, എന്നോടുകൂടെ യേശു ഉണ്ടെന്ന്. ഞാൻ യേശുവിന്റെ പൈതല. ഈ ഒരു പകൽക്കാലം അവൻ എനിക്ക് തന്നെങ്കിൽ അവന് മഹത്വം പറയണം. സ്വത്രം. ലോകത്തെ നോക്കി, ലോകക്കാരെ നോക്കി, ലോകം പറയുന്നത് കേട്ടല്ല ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. വചനമെന്തു പറയുന്നുവോ അത് പ്രകാരം നീ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നോക്ക്. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ അവൻ കെട്ടിപ്പൊക്കും. പാതകളെ യഥാസ്ഥാപനമാക്കുന്നവനെന്ന് നിനക്ക് പേർ പറയും. സ്വത്രം. നിന്റെ സന്തതി അലഞ്ഞ് തിരിഞ്ഞ് നടക്കും എന്നല്ല. സ്വത്രം. സ്വത്രം. അവൻ ഗതി പിടിക്കാതെ പോകും എന്നല്ല കർത്താവ് പറഞ്ഞത്. സ്വത്രം. സ്വത്രം. എന്താ പറഞ്ഞത്? നിനക്ക് മുമ്പായി ഞാൻ പോകും. സ്വത്രം. നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൈവിടാതെ അന്ത്യത്തോളം കാക്കും. നീ ഒരു അനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ഇത്ര നല്ല ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്നുള്ള തീരുമാനത്തോടെ ദൈവസന് നിന്നെ തന്നെ താഴ്ത്തി നീ കൊടുത്തു നോക്ക്. ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി നീ ആയിരിക്കും. സ്വത്രം. സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും. സ്വത്രം. എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. സ്വത്രം. ഞാൻ ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് തന്നു. ചോദിക്കാത്തതും ദൈവം എനിക്ക് തന്നു. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ 60 വർഷം നിൽക്കാൻ ദൈവം ഭാഗ്യമൊരുക്കി. സ്വത്രം. ഇതിൽ പരം ഭാഗ്യം വേറെ എന്ത് വേണം? മക്കളെ കണ്ട്, കൊച്ചുമക്കളെ കണ്ട്, മരുമക്കളെ കണ്ട്, ദേശം മുഴുവനും കണ്ട്, ലോകം മുഴുവനും കണ്ട്. സ്വത്രം. ഇന്നും അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിർത്തിയിരിക്കുന്നു. നാളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവത്തിന് ഹിതമാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം കാണും. ഇല്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ദൈവസന്നിധി കാണും. ഒന്നും കൊണ്ടുപോകാനില്ല, ഒന്നും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കൊണ്ടുപോകുന്നെങ്കിൽ കർത്താവിലുള്ള വിശ്വാസം ഇതിനകത്തുണ്ടാവും. അതുമായിട്ടായിരിക്കും പോകുന്നത്. എനിക്കൊരു ഉറപ്പുണ്ട്. മുഖം നോക്കാത്ത കർത്താവ് ഹൃദയത്തിന്റെ നിർമ്മലത അറിഞ്ഞ് കരുതുമെന്ന്, ചേർത്ത് പിടിക്കുമെന്ന്. കുഞ്ഞേ, രോഗമില്ലാത്ത ഒരു ശരീരം, സന്തോഷമുള്ള ഒരു ഹൃദയം, സ്വത്രം ജീവിതത്തിലുണ്ടെങ്കിൽ ഇതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു നിർത്തട്ടെ. ഈ മൺകൂടാരമാകുന്ന ശരീരത്തിൽ രോഗം വരത്തില്ലെന്നല്ല കേട്ടോ. രോഗം വരും. പ്രഷർ വരും, ഷുഗർ വരും, കൊളസ്ട്രോൾ വരും, പിന്നെ ചൊറി വരും, ചെരങ്ങ് വരും, എല്ലാം വരും. പക്ഷേ സ്വത്രം. യോബിനെ ഒന്ന് പഠിക്കണേ. സ്വത്രം. താൻ മേലോട്ട് പോയപ്പം ചെരങ്ങില്ലാത്ത, ചൊറിയില്ലാത്ത, വ്രണമില്ലാത്ത ഒരു നല്ല തേജസ്കരിക്കപ്പെട്ട ശരീരമായിട്ട് അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കഷ്ടം കഴിഞ്ഞപ്പോൾ ശ്രേഷ്ഠകരമായ സന്തോഷം യോബിൽ വെളിപ്പെടുത്തി കൊടുത്ത ദൈവം. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയാക്കി ദൈവം
തിരികെ കൊടുത്തു. ദൈവ പൈതലേ, എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പേ, ലോകം മുഴുവനും നിന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ യേശു അപ്പൻ നീ ആശ്രയിച്ചാൽ അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. കൂട്ടുകാരിൽ പരമായി അവൻ നിന്നെ ഉയർത്തി മാനിക്കും. അതുകൊണ്ട് അവന്റെ ബലമുള്ള കരത്തിൽ നമ്മെ കൊടുക്കാം. ഈ വചനമുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.